പാറക്കടവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. പാറക്കടവിൽ നമ്മുടെ സിറാജുലുദയുടെ ഒരു ശാഖയുണ്ട്, അവിടെ 1000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എഴുത്ത്, പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഒരു പാവപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയെ ഭർത്താവിൻ്റെ ഉമ്മ ദോശക്കല്ലെടുത്ത്, അതിന് ദോശ ചുടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ല്, ആ കല്ലെടുത്ത് എറിഞ്ഞു. ഗർഭിണിയായ ആ സ്ത്രീയും മരിച്ചുപോയി, കുട്ടിയും മരിച്ചുപോയി. ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പാറക്കടവിലെ സ്റ്റേജിൽ എനിക്ക് കത്ത് കിട്ടുകയാണ്. ഞാൻ ഉണ്ടായ സംഭവം പറയും. ഇത്തരത്തിൽ മാനവികതയില്ലാതെ വീട്ടിലുള്ള സ്ത്രീകൾ അധപ്പതിച്ചു പോയത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ പണ്ഡിതന്മാർക്ക്, നേതാക്കൾക്ക്? ഇനിയും എത്രയുണ്ട് ഉദാഹരണം, ഞാൻ നീട്ടുന്നില്ല. മനുഷ്യന്റെ ബഹുമാനം എവിടെ പോയി? മനുഷ്യന്റെ മഹത്വം, മനുഷ്യന്റെ മൂല്യം എവിടെ പോയി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര സംഭവങ്ങളാണ്. അതുകൊണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഇരിക്കട്ടെ, മനുഷ്യന്റെ ബോഡി, ഞാൻ പറഞ്ഞു വന്ന മനുഷ്യന്റെ ബോഡി, അത് യഹൂദിയുടെ ബോഡി കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, ഡെഡ് ബോഡി. അപ്പൊ ചോദിച്ചു ശിഷ്യന്മാർ, അതൊരു യഹൂദിയുടെ ഡെഡ് ബോഡിയല്ലേ? അതിന് പറഞ്ഞ മറുപടി എന്താ? അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യ ശരീരമല്ലേ എന്നാ ചോദിച്ചത്. മനുഷ്യന്റെ ബോഡിക്ക് വലിയ ബഹുമാനം കൽപ്പിച്ചു. മനുഷ്യന്റെ ബോഡിക്ക് വലിയ ബഹുമാനമാ, മനുഷ്യന്റെ രോമത്തിന് ബഹുമാനമാ. രോമത്തിന് വലിയ ബഹുമാനമുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാ ജീവിയുടെ രോമവും ഒരുപോലല്ല. ചെമ്മരിയാട്ടിന്റെ രോമം അത് വെട്ടിയെടുക്കുന്നത്, വെട്ടിയാ ബഹുമാനില്ല എന്നാ ചിലരുടെ അഭിപ്രായം. ചെമ്മരിയാട്ടിന്റെ രോമം വെട്ടിയെടുത്തിട്ടില്ലേ കമ്പിളി ഉണ്ടാക്കുന്നത്? ഈ എത്ര വലിയ ബഹുമാനമാണതിന്, എത്ര വിലയാണതിന്. സുബ്ഹാനല്ലാഹ്, വെട്ടിയെടുത്താലും ഉണ്ട് ബഹുമാനവും. മനുഷ്യന്റെ അവിടെ നിൽക്കട്ടെ, ആട്ടിന്റെ രോമത്തിന്. മനുഷ്യൻ മാനവികത നന്നായി പഠിക്കേണ്ടതുണ്ട്. ഇനിയോ എല്ലാ ജീവിക്കും, പല ജീവിക്കും പല ബഹുമാനാണ്. അതിപ്പം കടന്ന് സംസാരിച്ചാൽ നീണ്ടുപോകും. പുഴുക്കൾ, സാധാരണ പുഴുക്കളെ നമ്മൾ മരുന്നടിച്ച് കൊല്ലലാ. എന്നാ ഒരു പുഴുവിനെ മനുഷ്യൻ വളർത്തുകയാണ്, അത് പട്ടുനൂൽ പുഴുവാണ്. മനുഷ്യൻ വളർത്തുകയാണ്, അത് പുഴുവാണ്. പക്ഷേ സാധാരണ പുഴുവല്ല, പട്ടുനൂൽ പുഴുവാ. അത് ഉൽപ്പാദിപ്പിക്കുന്ന പട്ട. അപ്പോ അതിന് ബഹുമാനമാണ്. പട്ടുനൂൽ പുഴുവിന് വലിയ ആദരവാണ്, വലിയ വില ചെലവഴിക്കുക. സുബ്ഹാനല്ലാഹ്, ഈച്ചയുടെ അതിന്റെ തൊള്ളയിൽ നിന്ന് പുറപ്പെടുന്ന സാധനമല്ലേ തേന്, അത് ഔഷധമാണ്. ഞാൻ ഇന്നുച്ചക്ക് കൂടെ വന്നിട്ട് തേൻ ചേർത്തിട്ട് മരുന്ന് വെച്ചിട്ടുണ്ട്. കുമാരൻ ഡോക്ടർ എഴുതി തന്ന, ഖുർആൻ ഹഫിളൊന്നുമല്ല അയാൾ. അപ്പോ എന്താണ് ഫീഹി ശിഫാഉൽ ലിന്നാസ്? കാരണം ഇത് സാധാരണ ഈച്ചയല്ല, അത് വഹി കിട്ടുന്ന ഈച്ചയാ. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് തേനീച്ചന്റെ ബഹുമാനം. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്കുള്ള വഹി അറിയിച്ചു എന്ന് ഖുർആൻ. തേനീച്ചക്ക് വഹി, അത് സെക്കൻഡ് ഗ്രേഡ് വഹിയാ, ഫസ്റ്റ് ഗ്രേഡ് വഹിയല്ല. ഫസ്റ്റ് ഗ്രേഡ് വഹി ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെയുള്ള വഹി, അത് അമ്പിയാക്കക്കാ. ഇത് സെക്കൻഡ് ഗ്രേഡ് വഹിയാ തേനീച്ചക്ക് കിട്ടിയത്. എന്നിട്ട് പോലും അതിന്റെ തൊള്ളയിൽ വരുന്ന സാധനം സാധാരണ ഒരു ജീവിയുടെ തൊള്ളയിൽ വരുന്ന സാധനം പോലെയല്ല. ഫീഹി ശിഫാഉൽ ലിന്നാസ്, രോഗശമനമാ. നക്കിയൊക്കെ നല്ല രുചിയാ. ഈ എല്ലാ യുക്തിവാദിയും നിരീശ്വരവാദിയും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാ ആളുകളും എല്ലാ വേസ്റ്റുകാരും ഈ തേന് കുടിക്കുന്നില്ലേ? അപ്പൊ എല്ലാ ജീവിയും ഒരുപോലെ അല്ല. ജീവികൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വസ്തുക്കൾക്ക് വ്യത്യാസമുണ്ട്, രോമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. മനുഷ്യൻ ഏറ്റവും ബഹുമാനമുള്ള ജീവിയാ. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ ഓർമ്മ വേണോ? ഞാൻ ആരാണെന്ന് എനിക്ക് ഓർമ്മ വേണോ? മനുഷ്യന്റെ ബഹുമാനം, ഇസ്ലാം കൽപ്പിച്ച ബഹുമാനം അറിയോ നിങ്ങൾ? ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് ഇസ്ലാമികമായി കൊടുക്കുന്ന ചില ബഹുമാനങ്ങളുണ്ട്. എല്ലാ ഡെഡ് ബോഡിക്കും ബഹുമാനം നൽകുന്നു എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നല്ലൊരു ഇസ്ലാമികമായൊരു മുസ്ലിമിന്റെ ഡെഡ് ബോഡിക്ക് കൊടുക്കുന്ന ചില ബഹുമാനമുണ്ട്. കുളിപ്പിക്കൽ നിർബന്ധമാണ്. കടലിൽ വീടി മരിച്ചതാണെങ്കിലും നമ്മളെ വകയിൽ കുളിപ്പിക്കൽ നിർബന്ധമാണ്. അതിന്റെ പുറമെ അതിന് കഫൻ ചെയ്യൽ, അത് തുണി കൊണ്ട് ശരിക്ക് പൊതിയൽ, അത് നിർബന്ധമാണ്. അതിന്റെ പുറമെ അതിനുവേണ്ടി മയ്യിത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. എന്നാ നിങ്ങളറിയോ എന്താണ് പണ്ഡിതന്മാർ എഴുതി വെച്ച മസല നിയമം? ഒരു ബോഡി, ഡെഡ് ബോഡി കിട്ടിയില്ല, അത് കടലിലോ മറ്റുമായി കിട്ടിയില്ല. പക്ഷേ ആ ഡെഡ് ബോഡിയുടെ 1, 2, 3 രോമം, തലമുടി കിട്ടി, അല്ലെ രോമം കിട്ടി. എന്നാൽ ആ രോമം കഴുകിയിട്ട് തുണിയിൽ പൊതിഞ്ഞ് മുന്നിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കണം. എന്തിന്? തലയിലെ മുടിക്ക്. ഇത് നബിന്റെ മുടിയല്ല, സാധാരണക്കാരന്റെ മുടിയെ പറ്റിയേ പറഞ്ഞത്. മുടിക്ക് മയ്യിത്ത് നിസ്കരിക്കണം, നിർബന്ധമാണ്. ആ മുടി മറമാടൽ നിർബന്ധമാണ്. ആ മുടി കത്തിക്കൽ ഹറാമാണ്. ചിലർ ചോദിക്കും അന്ന് കത്തിച്ചൂടെ? കത്തിക്കാനൊന്നും പറ്റൂല. അതിനൊക്കെ നിയമമുണ്ട് ഇസ്ലാമിൽ. അതിന് പാണ്ഡിത്യം വേണം. പാണ്ഡിത്യം ഇല്ലാതെ മതം പറയാൻ പോരുത്. അത് കത്തിക്കാനൊന്നും പറ്റില്ല. അതിന്റെ നിയമം അങ്ങനെയാണ്. മനുഷ്യന് വലിയ ബഹുമാനമാണ്. സഹോദരന്മാർ, മനുഷ്യരിൽ ബഹുമാനമുള്ള കുറേ ആളുകളുണ്ട്. അതിന് ഞാൻ ശേഷം പറയാം. എന്താ ഇപ്പൊ തങ്ങളെ കൊണ്ട് ധാരിപ്പിക്കാൻ?
ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പറയുന്നുണ്ട്. മനുഷ്യർ വലിയ ബഹുമാനമുണ്ട്, മനുഷ്യരിൽ ചിലർക്ക് പ്രത്യേക ബഹുമാനം, അത് ഞാൻ പിന്നീട് പറയും. ഇപ്പൊ മനുഷ്യനെന്ന് പറയുന്നത് മനുഷ്യന്റെ മൂല്യം, ആ മൂല്യത്തെ സംബന്ധിച്ച് നല്ല ബോധം വേണം മനുഷ്യന്. മനുഷ്യനിങ്ങനെ അക്രമിയായി ജീവിക്കേണ്ടവനല്ല, പരസ്പരം പഴിചാരേണ്ടവനല്ല, തെറി പറയേണ്ടവനല്ല, ചീത്ത പറയേണ്ടവനല്ല, നിസ്സാരപ്പെടുത്തേണ്ടവനല്ല, നിന്ദിക്കേണ്ടവനല്ല. മുസ്ലിങ്ങൾക്ക് വലിയ ബാധ്യതയാ ഇസ്ലാം. അതേ, കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. മുസ്ലിങ്ങൾ മാതൃകാപുരുഷന്മാരായിരിക്കണം. മറ്റുള്ള മുഴുവൻ സമുദായങ്ങളും മുസ്ലിങ്ങളെ കണ്ട് വിഷയങ്ങൾ പഠിക്കുന്ന വിധം ഉത്തമ സമുദായവും മധ്യനിലവാരമുള്ളവരുമായി നിങ്ങളെ ആക്കി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മാനവികത, മനുഷ്യന് മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം. ആ ജീവിതം നയിക്കുന്നതിന് പകരം മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നു. മനുഷ്യന്റെ ബോഡിക്ക് മഹത്വമാണ്, മനുഷ്യന്റെ ആത്മാവിന് മഹത്വമാണ്, മനുഷ്യന്റെ ബോഡിയിലുള്ളതിന് മഹത്വമാണ്. ആ മനുഷ്യന്റെ മാനവികത തകർന്നുപോയാൽ മൃഗങ്ങളടക്കം പ്രയാസപ്പെടുകയാണ്. ഇവിടെയാണ് ഒരു മഹാനായ പണ്ഡിതനെ ചിന്തിപ്പിക്കുന്നത്. ആ മഹാനായ പണ്ഡിതനാണ് ഖമറുൽ ഉലമ കാന്തപുരം AP ഉസ്താദ് അവറുകൾ. സഹോദരന്മാരെ, അള്ളാഹുവിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനവറുകൾ എന്താ ചെയ്തത്? മഹാനവറുകൾ ചെയ്തത് എന്താണെന്ന് കേരളത്തിൽ പോയി നോക്കിയാൽ എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. പാറക്കടവിൽ ഈ കുറുവന്തേരി, ഇവിടെ ഈ സദസ്സിൽ ഇപ്പോൾ ഏതൊക്കെ നാട്ടുകാരുള്ളൂ അള്ളാഹു എനിക്കറിയില്ല. കുറുവന്തേരി വളയത്തുണ്ട് ഒരു കുഞ്ഞമ്മദാജി, മാട്ടാമൽ കുഞ്ഞമ്മദാജി എന്ന് പറയും. കുഞ്ഞമ്മദാജിക്ക് ഒരു രസമുണ്ട്. കുഞ്ഞമ്മദാജിൻ്റെ രസം എന്ന് പറഞ്ഞാൽ നാദാപുരം പാറക്കടവ് ഏരിയയിൽ പ്രശ്നം ഉണ്ടായിട്ട് വെടിവെച്ച് കൊന്നവരുണ്ട്, വെട്ടിക്കൊല്ലപ്പെട്ടവരുണ്ട്, പലരും ഉണ്ടായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അതുപോലെ മറ്റു കുറേ നേതാക്കന്മാരും ഓരോ വീട്ടിലും കയറി ഇങ്ങനെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളൊക്കെ സമാശ്വസിപ്പിക്കാൻ ഞാനും കൂടെ ഉണ്ട്, ഞാൻ നാട്ടുകാരനും കൂടിയാണ്. അങ്ങനെ കയറിയ കൂട്ടത്തിൽ കുഞ്ഞമ്മദായിൻ്റെ വീട്ടിൽ കയറി. കുഞ്ഞമ്മദായിൻ്റെ വീട്ടിലെ കുറേ ജനലിൻ്റെ ചില്ലുകളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അയാളെ വീട്ടിൽ കയറി ജനലിൻ്റെ ചില്ലൊക്കെ പൊളിഞ്ഞൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ കുഞ്ഞമ്മദാജി പറഞ്ഞു, 4 ജനൽ പൊട്ടിയാൽ എന്താ ഉസ്താദ് പൊരക്ക് വന്നില്ലേ എന്ന് പറഞ്ഞു. അതാ കുഞ്ഞമ്മദാജി. ഈ കുഞ്ഞമ്മദാജി, മാട്ടാമല കുഞ്ഞമ്മദാജി അടുത്ത് ഒരു പഴയ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ പോയ ഡോക്ടർ വെച്ച്, എന്താ കുഞ്ഞമ്മദാജി ഇങ്ങനെ ജലദോഷം പിടിച്ചത്? അപ്പോൾ കുഞ്ഞമ്മദാജി പറഞ്ഞു, ഞാൻ 4 ദിവസമായിട്ട് കോഴിക്കോട്ടായിരുന്നു. എന്തേ കോഴിക്കോട്ട് ചോദിച്ചു. കോഴിക്കോട്ട് നിങ്ങൾ അറിയില്ലേ, അവിടെ ഒരു വലിയ പള്ളിക്ക് തറക്കല്ലിടുന്നു, അങ്ങനെയൊക്കെ പരിപാടിയായിട്ട് ഞാൻ കുറച്ച് ദിവസമായി ഗ്രൗണ്ടിലും അവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ വെച്ച്, നിങ്ങളെന്താ നിങ്ങൾ അയാളെ കൂടിയത്, അവരെ സ്വന്തം കാര്യമല്ലാതെ എന്തെങ്കിലും നോക്കാറുണ്ടോ വെച്ച് ഈ ഡോക്ടർ. ഉടനെ കുഞ്ഞമ്മദാജി ഉണർന്നു. കുഞ്ഞമ്മദാജിൻ്റെ ചോദ്യവും, അല്ല ഡോക്ടറെ, 35 കൊല്ലത്തോളായില്ലേ നിങ്ങളിവിടെ, ഇതുവരെ നിങ്ങളെ കാര്യമല്ല, അതെന്തെങ്കിലും നിങ്ങൾ വേറെ നോക്കി എനിക്ക് കാണിച്ചു തരുന്നു. നിങ്ങളെ സ്വന്തം കീശയെ ഫീസ് വാങ്ങിയിട്ടതല്ലാതെ അത് വാങ്ങിയിട്ടിട്ട് വേറെ ഏതെങ്കിലും എത്തിക്കുട്ടികൾക്ക് കൊടുത്തതോ, അല്ലെ കുറേ എത്തിക്കുട്ടികളെ പോറ്റിയതോ, അല്ലെ അഗതികളെ രക്ഷിച്ചതോ, അല്ലെ കുറേ ആൾക്ക് ജോലി ഉണ്ടാക്കി കൊടുത്തതോ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചു തരുമോ? അയാൾ എന്തെല്ലാം ചെയ്തത് ഞാൻ കാണിച്ചു തരാൻ ഇയാൾ സാധാരണക്കാരനായ കുഞ്ഞമ്മദാജിയാ. കാരണം അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്. സഹോദരന്മാരെ, കാന്തപുരം ഉസ്താദ് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാൻ ആ UAE നിന്ന് ഇപ്പം വരുന്നത്. UAE നിങ്ങൾ വന്നിട്ട് ഒരു കാറിലൊന്ന് യാത്ര ചെയ്ത് നോക്കൂ. ഇനി അത്ര ഒന്നും വേണ്ട, UAE എന്നല്ല, ലോകത്തറിയപ്പെടുന്ന ഒരു ഉന്നതനായ ഒരു വ്യക്തിയാണ് നമ്മുടെ MA യൂസുഫ് അലി സാഹിബ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിലും കുടുംബത്തിലും ഒക്കെ ഖൈറായ പ്രവർത്തനങ്ങൾക്ക് ധാരാളം സേവനം ചെയ്യാനുള്ള മുഴുവൻ കഴിവുകളും അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തെ പോലുള്ള നല്ല ബിസിനസ്സുകാർക്കൊക്കെ കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ 2 വർഷമായി UAE ഗവൺമെൻറ് ഗസ്റ്റായി വന്ന് റമദാനിൽ സർവ്വ പള്ളിയിലും പ്രസംഗിക്കാറുണ്ട്. 5 ദിവസം പിരിവൊന്നും എടുക്കാറില്ല, വെറും പ്രസംഗം മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് വരാറ്. യൂസുഫ് അലി സാഹിബാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കടപ്പാടുണ്ട്, ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹം വലിയ മുതലാളി ആയതുകൊണ്ടൊന്നുമല്ല, മുതലാളിമാർ ഒരുപാടുണ്ട്. എല്ലാ മുതലാളിമാരും അവർ നല്ലത് ചെയ്താൽ നല്ലതാണ്, അവർക്ക് പഠിച്ചവനൊക്കെ ബഹുമാനമുണ്ട്. വെറും മുസ്ലിംമാർ മാത്രം സ്വർഗത്തിലും ബിസിനസ്സുകാരൊക്കെ നരകത്തിലൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സിദ്ദീഖീന വസ്സുഹദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. സത്യവാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ മനസ്സിലും അഹങ്കാരം ഒരു പണ്ഡിതന്റെ മനസ്സിലുണ്ടാകരുത്, സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാകരുത്, അതുപോലെ ബിസിനസ്സുകാരുടെ മനസ്സിലുണ്ടാകരുത്, തൊഴിലാളികളുടെ മനസ്സിലുണ്ടാകരുത്, മുതലാളിമാരുടെ മനസ്സിലുണ്ടാകരുത്. അഹങ്കരിച്ചുകൊണ്ടല്ല
മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇപ്പൊ പറയാൻ സമയമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ, എല്ലാ പണ്ഡിതന്മാരെ സദസ്സിൽ പോയിരിക്കരുത് എന്നാണ്. എല്ലാ പണ്ഡിതന്മാരെ സദസ്സിൽ പോയിരിക്കരുത്. പിന്നെ ഇല്ലാ ഇലാ ആലിമിൻ, ഒരു പണ്ഡിതന്റെ സദസ്സിൽ പോയിരുന്നു. ഏതാണ് ആ പണ്ഡിതൻ? യദ്ഉകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ, 5 കാര്യത്തിൽ നിന്ന് മറ്റൊരു 5 കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കും. 5 ദൗർബല്യങ്ങളിൽ നിന്ന് 5 മഹത്വത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. എന്താണ് ഒന്നാമതായി പറഞ്ഞത്? മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കും. ഉള്ള സംശയം അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടാൽ അങ്ങ് തീർന്നു വേണം, അല്ലാതെ കൂടുതൽ സംശയം ഉണ്ടാക്കുന്ന പണ്ഡിതന്റെ ക്ലാസ്സിൽ പോയിരിക്കരുത്. മിനശ്ശക്കി ഇലൽ യഖീൻ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമിനൽ കിബ്രി ഇല തവാദുഇ, അഹങ്കാരത്തിൽ നിന്ന് താഴ്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. മറ്റൊന്ന് പറഞ്ഞു വമിനർ റഗ്ബതി ഇല സുഹ്ദി, ഭൗതിക താല്പര്യത്തിൽ നിന്ന് പാരത്രിക ചിന്തയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. അഞ്ചാമതായി പറഞ്ഞാൽ അത് വളരെ അർത്ഥവത്താണ്, എല്ലാം അർത്ഥവത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശമല്ലേ. വമിനൽ അദാവതി ഇലൻ നസീഹ, ശത്രുതയുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്ന പണ്ഡിതന്റെ സദസ്സിലിരിക്കരുത്. ശത്രുതയുണ്ടാക്കുന്നതിൽ നീലൻ നസീഹ, ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിൽ പോയി പങ്കെടുക്കണം. ഗുണകാംക്ഷ, സർവ്വ ജനങ്ങളുടെയും ഗുണകാംക്ഷ, അത് ലക്ഷ്യം വെച്ച് സംസാരിക്കുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കണം. ശത്രുത ഉണ്ടാക്കുന്ന പണ്ഡിതന്റെ സദസ്സിൽ പോയി പങ്കെടുക്കരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗസാലി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. സുഹൃത്തുക്കളെ, യൂസുഫ് അലി സാഹിബിനോട് ചോദിച്ചാൽ മതി, UAE-യിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ എത്ര ആയിരക്കണക്കിന് പാവപ്പെട്ട വീടുകളിൽ അടുപ്പിൽ തീ കത്തിക്കുന്നു. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് വിസ കൊടുത്ത് കൊണ്ടുവന്ന് ജോലി കൊടുത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാർ. കാന്തപുരം ഉസ്താദ് യൂസുഫ് അലി സാഹിബിനെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരനല്ല. അതേസമയത്ത് ആ ഒരു പണ്ഡിതന്റെ സേവനം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് കുടുംബം ജീവിക്കാൻ വകുപ്പുണ്ടായിരിക്കുന്നു. ചിലരെ ധാരണ കാന്തപുരം ഉസ്താദിന് ആകെ പണി ഒറ്റൊരു പള്ളി ഉണ്ടാക്കലാണ്. അങ്ങനെയല്ല, ആയിരങ്ങൾക്ക് തൊഴിൽ വാങ്ങിച്ചു കൊടുത്തു, 10,000-ങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അല്ലേ, ഞാനും മർക്കസിൽ പഠിച്ചിട്ടുണ്ട് 3 വർഷം, അൽഹംദുലില്ലാ. പക്ഷേ അള്ളാഹു ആ നന്ദിബോധം എൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ടില്ല. ചിലരുടെ നന്ദിബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കും അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെയും മല്ലം യസ്കുരിന്നാസലം യസ്കുരില്ല. യൂസുഫ് അലി സാഹിബിനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വർഷം ഗവൺമെന്റ് ഗസ്റ്റായിട്ട് നിങ്ങളെ UAE കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാറ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു, അത് പോരാറ്, ഒന്ന് ചോദിക്കണം. അപ്പം അദ്ദേഹം എന്നോട് അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. കാരണം നന്ദി എന്ന് പറയുന്നത് അത് മാനവികത ഉള്ളവന്റെ മനസ്സിലുണ്ടാകുന്നൊരു വിഷയമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഓർക്കണം, ആ 10,000-കണക്കിന് ആളുകൾക്ക് എത്ര പാവപ്പെട്ട യതീമുകൾ ഡോക്ടറായി രംഗത്ത് വന്നു. കാന്തപുരം ഉസ്താദിന്റെ പരിശ്രമം കൊണ്ട് എത്ര യതീം കുട്ടികൾ പ്രഗത്ഭരായ ഡോക്ടർമാരായി രംഗത്ത് വന്നു. എത്ര യതീം കുട്ടികൾ എഞ്ചിനീയർമാരായി രംഗത്ത് വന്നു. എത്ര യതീം കുട്ടികൾ അഡ്വക്കേറ്റുമാരായി രംഗത്ത് വന്നു. എന്തുകൊണ്ട്? ഒരു പണ്ഡിതന്റെ സേവനമാണ്. ഇനി നിങ്ങൾ നോക്കൂ, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ 100 കണക്കിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്ന CBSE സിലബസ് പ്രകാരം നടത്തുന്ന സ്കൂളുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എളിയ ഒരു പ്രവർത്തകനാണ്, ഉസ്താദിന്റെ ശിഷ്യനുമാണ്, മർക്കസിൽ നിന്ന് പഠിച്ചതുമാണ്. അതിനുശേഷം കുറ്റ്യാടിയിൽ വന്ന് സിറാജുൽ ഹുദ ആരംഭിച്ചതിന് ശേഷം 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇപ്പം ഞാൻ നടത്തുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ശിഷ്യന്മാർ എവിടെയെല്ലാം നടത്തുന്നു, എത്ര സ്ഥാപനങ്ങൾ. എന്തിന്? സമൂഹത്തിന് വേണ്ടി. കാരണം ഈ വിദേശത്ത് വന്നു നോക്കുമ്പോൾ, ഞാൻ വേദനയോടെ പറയാൻ, വിദേശത്ത് വന്നു നോക്കുമ്പോൾ വലിയ വലിയ പോസ്റ്റുകളുണ്ട്. വലിയ വലിയ കമ്പനികളിലും മുതലാളിമാർക്കൊക്കെ വലിയ പോസ്റ്റുകൾ ഒഴിവുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ പോലും കൊടുക്കാൻ ചെറുപ്പക്കാരില്ല. കാരണം വിദ്യാഭ്യാസ രംഗത്ത് അത്രയും അതപ്പതിച്ചിരിക്കുകയാണ്. ഞങ്ങളെ ഏരിയൊന്നും തീരെ പറയണ്ട. ഞാൻ പറയട്ടെ, അതേസമയത്ത് വിദേശത്ത് ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ വരുന്നവർക്ക് ഡ്യൂട്ടി കിട്ടുന്നത് കാവ കൊടുക്കുന്ന ജോലിയാണ്, അല്ലെങ്കിൽ വേറെ ഫറാസിന്റെ ജോലിയാണ്. അൽഹംദുലില്ലാ, അതും ജോലി നല്ലത് തന്നെ. ജോലി എടുക്കുന്നവരൊക്കെ നല്ലവരാണ് കേട്ടോ. ജോലി അത് മോശമാണെന്നൊന്നും ഒരു കുട്ടിയും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ജോലിയെടുത്ത് ജീവിക്കുന്നവൻ കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഹൈറായ ഭക്ഷണം. അതുകൊണ്ട് ഏത് ജോലി എടുക്കുന്നവനും വിഷമം തോന്നരുത്, നല്ല ജോലികൾ തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉന്നതമായ ഒരുപാട് തസ്തികകളിൽ എന്തുകൊണ്ട് നമുക്ക് കയറാൻ കഴിയുന്നില്ല? അത് കഴിയാത്തത് നമ്മുടെ ദൗർബല്യം, വിദ്യാഭ്യാസ രംഗത്തുള്ള ദൗർബല്യമാണ്.
അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഊണും ഉറക്കുമൊഴിച്ച് കഠിനാധ്വാനം ചെയ്തൊരു പണ്ഡിതൻ. അങ്ങനെ 10,000 ആളുകളെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പണ്ഡിതൻ. മറുഭാഗത്ത് ആത്മീയ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ നിങ്ങൾ ചെന്ന് നോക്കൂ. പശ്ചിമ ബംഗാളിൽ വളരെ പാവപ്പെട്ട ആളുകൾ, കൈവണ്ടി ഉന്തി ജീവിക്കുന്ന ആളുകൾ, ശേരി പ്രദേശങ്ങളിൽ, ഹരിയാനയിലും മറ്റുമുള്ള ആളുകൾ, ആരും അവരെ തിരിഞ്ഞു നോക്കാനില്ല, ആരും അവരെ കാര്യം പറയാനില്ല, അവർക്ക് പുരോഗമിക്കാനുള്ള വകുപ്പ് തന്നെ ഇല്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ 1000കണക്കിന് കിണർ കുഴിച്ചു കൊടുത്തു, 100കണക്കിന് പള്ളികൾ നിർമ്മിച്ചു കൊടുത്തു. ചിലരുടെ ധാരണ ആകെ ഒരൊറ്റ പള്ളിയാണ് നിർമ്മിക്കുന്നത് എന്നാ. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഇതിൻ്റെ അടുത്ത് മുമ്പ് ഒരു നാദാവ് ഓർക്കാട്ടി ഭാഗത്തുള്ള ഒരു രാജ്യമായിരുന്നു, ഒരു ബുദ്ധിമാനാണ് അയാൾ, സാധാരണക്കാരനാണ്, ബുദ്ധിമാനാണ് അയാൾ. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഖത്തറിന്ന്. അതേ ഒരു ദിവസം അയാൾ ബുദ്ധിമാനാണെന്ന് ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് ഉറക്കാതിരിക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം എന്നോട് ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാമെന്ന്. ഞാൻ ഭക്ഷണം കഴിക്കാൻ വലിയ തിരക്കുണ്ട്, ഭക്ഷണത്തിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല, ഭക്ഷണം കഴിച്ചേ പറ്റും. ഞാൻ എന്തെത്ര നിർബന്ധിക്കുന്ന ആചാരം വെച്ചു. അയാൾ പറഞ്ഞ് ഭക്ഷണം അല്ലാത്ത എന്ത് തന്നാലും നിങ്ങൾ കുറച്ചും കൂടി തരുമോ എന്ന് ചിലപ്പോൾ ചോദിച്ചു ചെയ്ത് വരും, നിങ്ങളെ സ്വന്തം ആവശ്യത്തിനല്ലെങ്കിലും. ഭക്ഷണം ഇട്ട് തന്നാൽ മതി എന്ന് പറയും, വേറെ ഒന്നും കൊണ്ട് മതി എന്ന് പറയൂല. സംഗതി ശരിയാണല്ലോ, ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങളെ കീശയെടുത്തുണ്ടാക്കുന്നതല്ല, നിങ്ങളെപ്പോലത്തെ ആളുകളോട് പിരിവെടുത്തിട്ടുണ്ടാക്കുകയാണ്. അത് വലിയ പ്രയാസം. ഈ പിരിവ് തന്നെ അത്ര രസമുള്ള പരിപാടിയല്ല, ഇത്ര പ്രയാസമുള്ള ഒരു സംഗതിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു ഹദീസിൽ സക്കാത്ത്, ഇസ്ലാമിക ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് പിരിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിട്ട്. ആ ഉദ്യോഗസ്ഥന്മാർ പോയി പിരിച്ചുകൊണ്ടുവരുന്നു. അവരോട് സക്കാത്ത് യുദ്ധം ചെയ്ത് വാങ്ങാനുള്ള അർഹതയുണ്ട് ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്നിട്ടും ആ പിരിവെടുക്കാൻ പോകുന്ന ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽ ഗാസി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ പോലെ പ്രതിഫലം കിട്ടുന്നവരാണ് പിരിവിന് പോകുന്നവർ എന്ന് പറഞ്ഞു. ഇത് നിർബന്ധമായും ഗവൺമെന്റിന് വാങ്ങാൻ പറ്റുന്ന പിരിവിന് എടുക്കുന്നവരെ പറ്റിയാ ഇത് പറഞ്ഞ്. അപ്പൊ എന്തുകൊണ്ട് അത്ര പ്രയാസ വേറൊത്തരത്തിലുള്ള ക്യാഷും കൊണ്ട് വാങ്ങണമെങ്കിൽ? അത് ചെറിയ സംഭവമല്ല. അപ്പൊ ഈ കലക്ഷൻ എടുത്ത് എത്ര പറഞ്ഞാലും ഇപ്പൊ ഈ പറയുന്നത് എനിക്ക് തന്നെ ഇപ്പൊ എത്രയോ ലക്ഷങ്ങൾ ചിലപ്പോൾ കടങ്ങൾ ഉണ്ടാവും. സ്ഥാപനത്തിന് വേണ്ടി വ്യക്തിപരമായിട്ട് 5 പൈസ എനിക്ക് കടയില്ല കേട്ടോ, 5 പൈസ നിങ്ങൾ ആരും എനിക്ക് തരേണ്ട ആവശ്യമില്ല. സിറാജുൽ ഹുദക്ക് ഒരു മാസത്തിൽ 30 ലക്ഷം ഉറുപ്പികയോളം ചെലവിന് വേണമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അതിന്റെ വരുമാനം എന്താന്ന് ചോദിച്ചാൽ ഒരു വരുമാനമില്ല. അൽഹംദുലില്ലാ, അള്ളാഹ് വലിയ ബറക്കത്ത് തന്ന് ഒരു മാസത്തിൽ 12 ലക്ഷം ഉറുപ്പികയോളം നേർച്ച കിട്ടുന്നുണ്ട്. നേർച്ച ചെയ്തവർക്ക് വലിയ ഫലങ്ങൾ, വെള്ളപ്പാണ്ട് രോഗം വരെ മാറിയ അനുഭവങ്ങൾ എഴുതിയ കത്തുകൾ ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. 20 കൊല്ലമായി മക്കളില്ലാത്ത പുല്ലൂക്കരയിലെ അബ്ദുറഹീം ഹാജി അൽഹംദുലില്ലാ മക്കളുണ്ടായി. അദ്ദേഹം 1 ലക്ഷം ഉറുപ്പിക എൻ്റെ കയ്യിൽ കൊണ്ടെത്തുന്നു. ഇപ്പം അദ്ദേഹത്തിന് നല്ല ആൺകുട്ടിയുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ പെരിങ്ങത്തൂരിലെ നസീറിന്റെ അനുജനെ കണ്ടു, അബ്ദുൽ ഖാദറിന്റെ ജ്യേഷ്ഠൻ നസീർ. വലിയൊരു പ്രശ്നത്തിൽ 1 ലക്ഷം ഉറുപ്പിക നേർച്ചയാക്കി. അൽഹംദുലില്ലാ കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായ ഫലങ്ങൾ. അൽഹംദുലില്ലാ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ കയറിയതിന് ശേഷം നേർച്ചയാക്കിയിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ രക്ഷപ്പെട്ട എത്രയോ അനുഭവങ്ങൾ, ടെലിഫോൺ നമ്പറൊക്കെ എഴുതി വെച്ച് കത്തുകൾ എനിക്ക് കിട്ടിയത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ വലിയ അത്ഭുതങ്ങൾ അള്ളാഹു തന്നുകൊണ്ട് 12 ലക്ഷം ഉറുപ്പിക നേർച്ചിട്ടുണ്ട്. എന്നാലും ഒരു മാസത്തിൽ 18 ലക്ഷം ഉറുപ്പികയോളം കമ്മിയാണ്. ഇവിടെ നിങ്ങളെയൊക്കെ നമ്മുടെ റിസീവർമാർ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സിറാജിലൂടെ കമ്മിറ്റിയുടെ പ്രവർത്തകർ സമീപിക്കുമ്പോൾ നിങ്ങളൊക്കെ അപ്പോൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കോടികൾ കടങ്ങളൊക്കെ ഭാരം പേറിയിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുക, ഓരോ സംഗതിയും. അപ്പൊ എത്രയോ പള്ളികൾ, എത്രയോ കിണറുകൾ പോകട്ടെ. എത്ര മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ആളുകൾ കാന്തപുരസ്താദ് വാങ്ങിച്ചോട്ട കണ്ണട വെക്കുന്നവരുണ്ട്. എത്ര ആളുകൾ ഹാർട്ട് ഓപ്പറേഷൻ ഫ്രീ ആയി ചെയ്തു കിട്ടിയവരുണ്ട്. എത്ര ആളുകൾ കിഡ്നിയുടെ രോഗമായിട്ട് കിഡ്നി മാറ്റി വെച്ചു കൊടുത്തവരുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഞാൻ വെറുതെ പറയല്ല, ലോകത്ത് ഇതുപോലെ ഒരു പണ്ഡിറ്റ് സമൂഹത്തിന് സേവനം ചെയ്തൊരു പണ്ഡിറ്റ്, വെറുതെ കുഞ്ഞമ്മദാജി വെറുതെ പറഞ്ഞു ഒന്നല്ല, ഇതുപോലെ സമൂഹത്തിന് സേവനം ചെയ്തൊരു പണ്ഡിതൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും എന്തൊക്കെയാ ചെയ്തത്. വേറെ ഒന്നും ചെയ്യൂല. ഞാൻ ചോദിക്കും എന്തൊക്കെയാ ചെയ്തതെന്ന് ചോദിക്കും. എൻ്റെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ചെയ്തതുപോലെ സമൂഹത്തിന്, രാഷ്ട്രത്തിന് സേവനം ചെയ്ത ഒരു പണ്ഡിതൻ. അതേസമയത്ത് തീവ്രവാദത്തിന് സമൂഹത്തെ അനുവദിച്ചിട്ടില്ല, രാഷ്ട്രത്തിൽ തീവ്രവാദം വളരാൻ അനുവദിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ബാബരി മസ്ജിദിന്റെ പ്രശ്നം
വളരെ ശക്തിയായി ചൂടാകുന്ന ഒരു സമയം. അന്ന് ആരോ സമ്മർദ്ദം ചെലുത്തിയിട്ടായിരിക്കാം, ഏതോ ഒരു മുസ്ലിം നേതാവ് പറഞ്ഞുപോയി റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുപോയി. അദ്ദേഹത്തെ ആരോ സമ്മർദ്ദം ചെലുത്തി പറയിച്ചായിരിക്കാം. പല നേതാക്കന്മാരും സ്റ്റേജും എന്ന് പറയുന്ന പല സംഗതികളും അവരോട് മറ്റു ചിലർ സമ്മർദ്ദം ചെലുത്തി പറയിക്കുന്നതാണെന്ന് എനിക്ക് സാധാരണ ബോധ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ആ നേതാക്കളെ ഞാൻ ഒരിക്കലും തരണ്ടായിട്ട് പറയാറില്ല. അത് വേറെയുള്ള ആളുകൾ പിരിയേറ്റി പറയുന്നതാണ്. അങ്ങനെ വിചാരിച്ചാൽ നമ്മളും നന്നായി, അവരും നന്നായി അല്ലേ? നമ്മളോട് അങ്ങനെയല്ലേ കൽപ്പിച്ച്? എല്ലാവരും നല്ല വിചാരിക്കണമെന്നല്ലേ കൽപ്പിച്ച്? അന്ന് ധൈര്യത്തോടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്ന വിധം റിപ്പബ്ലിക് ദിനം മുസ്ലിങ്ങൾ ബഹിഷ്കരിക്കുകയില്ല എന്ന് പറയാൻ, നാക്കുയർത്താൻ ഒരേ ഒരു പണ്ഡിതനെ ഉണ്ടാവുള്ളൂ. അതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. പിന്നീട് അതെല്ലാവരും അംഗീകരിക്കുകയല്ലേ ചെയ്തത്? നിഷേധിക്കാൻ കഴിയും. ഇതുപോലെ സന്ദർഭോചിതമായി നമുക്കറിയാം, കണ്ണൂരിലും മറ്റ് പല സ്ഥലത്തും രക്തം ചിന്തി ഒലിപ്പിക്കുന്നു. അതിൽ പാർട്ടികൾ തമ്മിൽ സങ്കുചിതത്വം, വർഗീയത, പാർട്ടികൾ തമ്മിലുള്ള സംഘടനകൾ, അങ്ങനെ മനുഷ്യന്റെ രക്തത്തിന് വിലയില്ലാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപകനെ പോലും ക്ലാസ് മുറിയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്ന വിധം അതേ മനുഷ്യർ പരസ്പരം കലഹിച്ചപ്പോൾ അതാ കേരളത്തിലുടനീളം ഒരു കേരള യാത്ര നടത്തി മഹാനായ കാന്തപുരം ഉസ്താദ്. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ അതിന്റെ ഫലം കണ്ണൂർ ജില്ലയും മറ്റു ജില്ലകളും പിന്നീട് അനുഭവിച്ചു. സർവ്വ മതമുള്ളവരും മതമില്ലാത്തവരും സർവ്വ പാർട്ടിക്കാരും ഉസ്താദവറുകളുടെ ആ കേരളയാത്രയെ അത് സ്വീകരിച്ചു. അതിന്റെ CD പുറത്തിറങ്ങിയപ്പോൾ അത് പ്രകാശനം ചെയ്തത് ജാമിയ സൈദിയിൽ നിന്ന് ഇ അഹമ്മദ് സാഹിബായിരുന്നു. കാരണം എല്ലാവരും ഒരുപോലെ അത് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ ഞാൻ മാനവികത തകർന്നു എന്നതിന്, മാനവികത തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് ചില ഉദാഹരണങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പോൾ മറ്റൊരു പണ്ഡിതനും അതിന് ഇറങ്ങി കാണുന്നില്ല. മഹാനായ ഉസ്താദ് അവറുകൾക്ക് കൂടി നേതൃത്വം കൊടുക്കുന്ന മഹാനായ താജുൽ മൗലാൽ തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണം. വലിയ പ്രായമുണ്ട്, അത്ര പ്രായമുള്ളൊരു സയ്യിദ്, അത്ര പൊള്ളൊരു പണ്ഡിതൻ നമുക്ക് വേറെ ഇന്ത്യ രാജ്യത്ത് തന്നെ അത്ര വലിയൊരു പണ്ഡിതനെ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മഹാനവറുകളുടെയും അടക്കം പൊരുത്തവും ഉപദേശവും വാങ്ങി ഞങ്ങൾ ഉസ്താദ് അവറുകളോട് നിർബന്ധിച്ചു. ഉസ്താദിനും 73ഓളം പ്രായമായി, പഴയ പോലെ ആരോഗ്യമില്ല. എന്നാലും കേരളത്തിലിറങ്ങി ഒരു കേരളയാത്ര, രണ്ടാം കേരളയാത്ര ഉസ്താദ് നടത്തിയേ പറ്റൂ എന്ന് അനുയായികളായ ഞങ്ങൾ നിർബന്ധിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്ക്, അത് ദീനിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മ വരുത്തുമെങ്കിൽ ഞാൻ എൻ്റെ ആരോഗ്യം വകവെക്കുന്നില്ല, ഞാൻ യാത്ര ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കേരളത്തിലും പുറത്തും അതിൻ്റെ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നത്. അൽഹംദുലില്ലാ, ഞാൻ പറയട്ടെ, കേരളയാത്ര മാനവികത ഉണർത്തുന്നു. കാന്തപുരത്തിൻ്റെ കേരളയാത്ര എന്ന ഹെഡിങ്ങിൽ ഞങ്ങൾ എഴുതി വെച്ച ബോർഡ് വായിച്ചിട്ട് ഒരു കവി, അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ ആളൊന്നുമല്ല, അദ്ദേഹം ഒരു കവിത ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചു തന്നു. ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ആ മാനവികതയെ ഉണർത്തുന്നു എന്ന ആ പ്രമേയത്തെ നെഞ്ഞോട് ചേർത്തിരിക്കുകയാണ്. നിങ്ങൾ കേരളത്തിൽ ഇന്നൊന്ന് നടന്നു ഒന്നിങ്ങനെ ഓടി നോക്കൂ. എന്നാൽ എവിടെ പോയാലും തിരിഞ്ഞും മറിഞ്ഞും നോക്കിയാൽ കാന്തപുരത്തിന്റെ കേരളയാത്ര മാനവികതയെ ഉണർത്തുന്നു. എല്ലാ സ്ഥലത്തും അതിന്റെ പ്രചരണങ്ങൾ കാണാം. ചില സ്ഥലങ്ങളിൽ പ്രചരണം ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട്. കാരണം അത്തരം ബോർഡുകൾ ചിലർ കത്തിവെച്ച് മുറിച്ചു, അവ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ പ്രചരണം ഒന്നുകൂടി ഭംഗിയായി. സുബ്ഹാനല്ലാഹ്, കാരണം അത്തരം ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇത് ഉണർത്തേണ്ടി വന്നതന്നെ. മാനവികത ഉണർത്തേണ്ടി വന്നതിന് അത്തരം ആളുകൾ ഉള്ളതുകൊണ്ടാണല്ലോ. മാനവികത ഉണർത്തുന്നു, ഉണർത്തുക, അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഞാൻ നീട്ടുന്നില്ല, ഒരു ചരിത്രം ഈ വിഷയത്തിൽ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ആശംസാ പ്രസംഗം നടത്തേണ്ട ഒരു ആശംസക്ക് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സാധാരണ ഞാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കുറച്ച് ആത്മീയ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ചിലപ്പോൾ മനസ്സിലുണ്ടാകുന്ന ചില സംശയങ്ങളുടെ മറുപടികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ശേഷം പറയാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടൊരു ചോദ്യമാണ്. എന്താ ചോദിച്ചത്? അത്തഅ്ദനുലി ഫിസ്സിന, എനിക്ക് വ്യഭിചരിക്കാൻ സമ്മതം തരുമോ നബിയെ? ചോദിച്ച ചോദ്യം വളരെ വഷളായ ചോദ്യമാണ്.
വ്യഭിചരിക്കാൻ സമ്മതം തരുമെന്നാ ചോദിച്ചു. സാധാരണ ഒരു ആത്മീയ നേതാക്കന്മാരോട് സമ്മതിച്ചു, ഞാനൊരു കച്ചവടം തുടങ്ങട്ടെ തങ്ങളെ, ഞാനൊരു വിവാഹം കഴിക്കട്ടെ, അങ്ങനെയാണ് സാധാരണ ആത്മീയ നേതാക്കളോട് സമ്മതിച്ചു. ഇത് ചോദിച്ച് വ്യഭിചാരം നടത്താൻ സമ്മതം തരുമെന്നാ ചോദിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്നിട്ട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ സാധാരണയായി ബിസിനസ് നടത്താൻ പോകുന്ന ഒരു രാജ്യമുണ്ട്, ആ ബിസിനസ്സൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ഞാൻ ഇനിയും ഇങ്ങോട്ട് വേറൊരു രാജ്യത്ത് പോയി ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നു. മഹദി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രദേശത്തൊരു ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ്സിൽ അവിടെ തന്നെ പുരോഗതി ഉണ്ടെങ്കിൽ അത് കൈയൊഴിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് വികസിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, വേറെ നാട്ടിൽ പോകുന്നതിനും കുഴപ്പമില്ല. ഇനി ബഹ്റൈനിലുള്ളവരാരും ഖത്തറിൽ പോകണ്ടെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. ഇവിടുത്തെ വിട്ടിട്ട് പോകണ്ട, ഇവിടെ ഉഷാറുണ്ടെങ്കിൽ, ഇവിടെ തന്നെ ബർക്കത്തുണ്ടെങ്കിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ സാധാരണയായി ആത്മീയ ചിന്തയുള്ള ആളുകളോട് സമ്മതം ചോദിക്കാറുണ്ട്, അവരെ മറുപടി പറയാറുണ്ട്, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ഇത് ചോദിച്ചത് വ്യഭിചരിക്കാൻ സമ്മതം തരുമോന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പച്ചയിൽ വന്ന് ചോദിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകോപിതനായില്ല. സദസ്സിലുള്ള മുഴുവൻ ആളുകളും ബഹളം വെച്ചു ഈ ചോദ്യം കേട്ടപ്പോൾ. പക്ഷേ നബി തങ്ങൾ പ്രകോപിതനായില്ല. അദ്ദേഹത്തെ ആട്ടി ഓടിച്ചില്ല, ചീത്ത പറഞ്ഞില്ല, പോടാന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എന്താ ചെയ്തത്? മിണ്ടല്ല, അദ്ദേഹത്തെ ഇങ്ങോട്ട് അടുത്തോട്ട് വിളിയുന്നത്, സമീപത്തേക്ക് വിളിച്ചു. സമീപത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മാനവികത ഉണർത്തണം. കാരണം ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മൃഗീയതയാണ്. മൃഗം അങ്ങനെയാണ്, മൃഗം കല്യാണം കഴിക്കൂലല്ലോ, മൃഗം വിവാഹം കഴിക്കൂലല്ലോ, പിന്നെന്താ ചെയ്യല്? ഏത് ഇണയെ കണ്ടാലും പിന്നാലെ ഓടിയിട്ട് വികാരശമനം നടത്തി സന്താനോത്പാദനം നടത്തും. അതിന് വിവാഹം തന്നെ പരിപാടി മൃഗത്തിനില്ല. എന്ന് മാത്രമല്ല, അതിന് കണക്കുമില്ല. സ്വന്തം അമ്മന്റെ മുല കുടിച്ച് വളർന്ന് കുറച്ച് വലുതായി കഴിഞ്ഞാൽ മൂരിക്കുട്ടൻ സ്വന്തം അമ്മന്റെ പുറത്ത് തന്നെ വികാരശമനത്തിന് കയറും. അവിടെ കാണാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ, പറ്റൂലേ, അങ്ങനത്തെ ഒരു മസൂലും ഇല്ല. അപ്പൊ അങ്ങനെയാണല്ലോ മൃഗങ്ങൾ. ഈ മൃഗത്തിന്റെ സ്വഭാവം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വളർന്നിരിക്കുകയാണ്. ഇത് മൃഗീയതയാണ്. അദ്ദേഹത്തിന് മാനവികത ഉണർത്തണം. അതിനുവേണ്ടി എന്താ ചെയ്തത്? ചീത്ത പറഞ്ഞില്ല, തെറി പറഞ്ഞില്ല. അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചില്ല, അദ്ദേഹത്തെ ഉണർത്തുന്ന ചോദ്യം. എന്താ ചോദിച്ചത്? ഹൽ അതുഹിബ്ബുഹു ലി ഉമ്മിക, നിന്റെ മാതാവിനെ ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? നിന്റെ മാതാവിനെ ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? അദ്ദേഹത്തിന്റെ മറുപടി ലാ യാ റസൂലല്ലാഹ് ജഅലനില്ലാഹു ഫിദാക്, ഇല്ല നബിയെ, ഇഷ്ടപ്പെടൂല. എന്റെ ശരീരം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കും. അത് അവിടുത്തെ ബഹുമാനാദരവോടുകൂടെ ശിഷ്യന്മാർ പറയുന്നൊരു വാചകമാണ്, ജഅലനില്ലാഹു ഫിദാക്. അപ്പൊ അവിടുന്ന് രണ്ടാമത് ചോദിച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, കദാലിക അന്നാസു ലാ യുഹിബ്ബൂനഹു ലിഉമ്മഹാതിഹിം, അപ്രകാരം ഒരാളും അവരുടെ മാതാക്കളെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടൂല. രണ്ടാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതുഹിബ്ബുഹു ലിബ്നതിക, നിന്റെ മകളെ ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുവോ? അദ്ദേഹത്തിന്റെ മറുപടി ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, വല്ലാഹി ഇഷ്ടപ്പെടൂല. അപ്പോഴും അവിടുത്തെ മറുപടി, അപ്രകാരം ഒരാളും അവരുടെ മകളെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടൂല. പിന്നെ ചോദിച്ചു, നിന്റെ പെങ്ങളെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുവോ? ലാ വല്ലാഹി യാ റസൂലല്ലാഹ്. ഓരോ സ്ത്രീകളെ പറ്റി ഇങ്ങനെ കുടുംബത്തിലുള്ള സ്ത്രീകളെ സൂചിപ്പിച്ചിങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ എന്റെ ഭാര്യനെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കണോ? അവസാനം ഈ ചോദ്യം കഴിയുമ്പോ അദ്ദേഹത്തിന്റെ മൃഗീയത നീങ്ങിപ്പോയി, മാനവികത ഉണർന്നു. അദ്ദേഹത്തിന് പിന്നെ വ്യഭിചരിക്കണം എന്നുള്ള ചിന്തയില്ല. പിന്നുള്ളത് എന്റെ മനസ്സെങ്ങനെ നന്നാക്കിയെടുക്കുന്ന. അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതാദ്യം പറയേണ്ട കാര്യ. ഇത് വാസ്തവത്തിൽ ദുഷിച്ച ചിന്ത മനസ്സിലുണ്ടാവുമ്പോ ആത്മീയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം പറയേണ്ട സംഗതിയാണ് ഇതെന്ത്, ഞാൻ നന്നാവാൻ പ്രാർത്ഥിക്കണേന്ന്. പക്ഷെ അന്നേരം പറയാൻ തോന്നിയില്ല. അയാൾക്ക് മൃഗീയത തഴച്ചു വളർന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ. അതിനാൽ മാനവികത ഉണർന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരാളോട് എന്ത് പറയണം, ഒരാളെ പറ്റി എന്ത് പറയണം, ഒരാളെ പറ്റി എന്ത് ചിന്തിക്കണം, ഇതൊന്നും അറിയാൻ കഴിയില്ല. കാരണം മാനവികത ഉണർന്നിട്ടില്ല, മൃഗീയത ഉയർന്നിരിക്കുകയാണ്. ആ മൃഗീയതയിലാണ് അദ്ദേഹം നേരത്തെ ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് അദ്ദേഹത്തിന്റെ ആൻസർ വാങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാനവികത ഉണർന്നു. അപ്പോഴാ പറഞ്ഞത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നബിയേ. സാധാരണ അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കൈ ചുമലിന് നേരെ പൊക്കിയിട്ടാണ് പ്രാർത്ഥിക്കുക. അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. അവിടക്കങ്ങ് പറയാ,
ഇങ്ങനെ കൈവച്ചിട്ടാ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത്. അല്ലെ ഇങ്ങനെയും വെക്കാം. അധികം ആളുകൾ കൈ വെക്കുന്ന കാരണം ഒരു കൈയെടുത്ത് മറ്റേ കൈമേൽ വെച്ചിട്ട് അതിന്റെ തള്ള വിരൽ രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ട് മടിയിൽ വെച്ചിട്ടാ ചിലരൊക്കെ ദ്വാരക്കുമ്പോൾ ആമീൻ പറയുന്നത് കാണുന്നത്. അത് നല്ല ശൈലിയല്ല. നമ്മൾ ആരെങ്കിലും ഒരാളോട് സാധനം വാങ്ങുമ്പോൾ ഒരു 50 ഗ്രാം പഞ്ചസാര മതി ഇങ്ങനെ കാണിച്ചു കൊടുക്കുമോ? ഇങ്ങനെ ഒരു സാധനം വാങ്ങുന്ന ശൈലിയല്ലല്ലോ അത്. അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങുമ്പോൾ വിനയത്തോടെ കൈ ഉയർത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തിയില്ല. എന്ത് ചെയ്തു? ഫവളഅ യദഹു അലൈഹി. ആ ചോദ്യം ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാനവികത ഉണർന്നപ്പോൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ കൈവച്ചു കൊടുത്തു. അതെന്തിനാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമേറിയ മൂല്യതയുള്ള സ്വഭാവം, അതിൻ്റെ ബറക്കത്ത്, അതിൻ്റെ ചാർജ്, ഒരു ബറക്കത്ത് തന്നെ തിരിയാണ്ടായി പോകണ്ട, അതിൻ്റെ ചാർജ് അദ്ദേഹത്തിലേക്ക് പ്രവഹിക്കാനാണ്. നമ്മൾ മൊബൈൽ ഫോണൊക്കെ കൊണ്ടുപോയി കറണ്ടുമ്പോൾ കുത്തലില്ലേ? അതെന്തിനാ? അതിൻ്റെ ചാർജ് ഇങ്ങോട്ട് കയറാനാ. ആത്മീയ രംഗത്തുണ്ട് അങ്ങനെ ചാർജ് കയറ്റുന്നൊരു പരിപാടി, അതാ ബറക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ കൈ ശരീരത്തിൽ വെച്ചു കൊടുത്തത് ആത്മീയമായ ചാർജ് അദ്ദേഹത്തിന്റെ ആത്മാവിലേക്ക് പകരാൻ. അതിന് കുത്തിവെക്കേണ്ട സ്ഥലമാണ് ശരീരം. ശരീരത്തിലേക്ക് വെച്ചു കൊടുത്തു. സുഹൃത്തുക്കളെ, അങ്ങനെ വെച്ചു കൊടുത്തു, കൈവച്ചു കൊടുത്തു. എന്നിട്ടൊരു പ്രാർത്ഥന. അങ്ങനെയാണ്. അത് ധാരാളം സംഭവങ്ങളുണ്ടല്ലോ. നമ്മളെ കേരളത്തിൽ ഒരു പണ്ഡിതൻ, അൽഹംദുലില്ലാഹ്, ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം മുക്കിയ വെള്ളം 25,000 ഉറുപ്പികയ്ക്ക് ലേലം ചെയ്ത് വിറ്റു. അൽഹംദുലില്ലാഹ്. ഞങ്ങളാരും മർക്കസിന്റെ ആളുകളോ കാന്തപുര ഉസ്താദോ ശിഷ്യന്മാരോ ഒരു കാശ് വാങ്ങിയിട്ട് ഇതുവരെ ബർക്കത്തിന്റെ വെള്ളം വിറ്റിട്ടില്ല. ഒരു പണ്ഡിതൻ 25,000 ഉറുപ്പിക വാങ്ങിയിട്ട് ഒരു കുപ്പി വെള്ളം, അങ്ങനെ 3 കുപ്പി വെള്ളം, 2 കുപ്പി വെള്ളമോ വിറ്റു. ഞങ്ങളാരും വിമർശിക്കാൻ പോയില്ല. കാരണം അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളതിനെ വിമർശിക്കണം. അവരെ വിശ്വാസപ്രകാരം അവർ വാങ്ങി. നമ്മൾ വിമർശിച്ച് വെറുതെ നാട് കുട്ടിച്ചോറാക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ വിവാദം വലിച്ചുകൊണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ വിമർശിക്കാൻ പോയില്ല. അതേ സമയത്ത് അതേ ആൾ തന്നെ വെറുതെ കൊടുക്കുന്നതിന് വിമർശിക്കുന്നത് കേട്ടു. അള്ളാഹു അദ്ദേഹത്തെ നന്നാക്കട്ടെ. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബറക്കത്ത് എന്നൊരു സംഗതിയുണ്ട്. അതാണ് കൈ അവിടുത്തെ ശരീരത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് എന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു, അല്ലാഹുമ്മ തഹിർ ഖൽബഹു, അല്ലാഹുമ്മ ഹസ്സിൻ ഫർജഹു. പടച്ചവനെ, അദ്ദേഹത്തിന്റെ പാപം പൊറുക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധിയാക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ ലൈംഗികാവയവങ്ങൾ ഹറാമിൽ നിന്ന് കാക്കണേ അല്ലാ. ഫലം യൽതഫിതി ഇലാ ശൈഇൻ ബഅദു. പിന്നീട് അദ്ദേഹം മരണം വരെ ഒരന്യ സ്ത്രീയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ 3 കാര്യമാണ് ചെയ്തത്. എന്താണ് 3 കാര്യം? 1, അദ്ദേഹത്തിന്റെ മൃഗീയത നീങ്ങാൻ വേണ്ടി മാനവികത ഉണർത്തി. അത് ചോദ്യങ്ങളിലൂടെ, മറുപടിയിലൂടെ അദ്ദേഹത്തിന്റെ മാനവികത ഉണർത്തി. 2ാമതായി ബറക്കത്ത് അദ്ദേഹത്തിന് പ്രവഹിക്കാൻ കൈയെടുത്ത് ശരീരത്തിൽ വെച്ചു കൊടുത്തു. 3ാമതായി പ്രാർത്ഥിച്ചു കൊടുത്തു. ഈ 3 വിഷയങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ബറക്കത്തിലൂടെ, അത് ഉത്ബോധനങ്ങളിലൂടെ മാനവികത വളർത്തി ഉയർത്തി. ഇവിടെ മാനവികത പഠിപ്പിച്ച ഏറ്റവും വലിയ നേതാവാണ് സർവ്വ പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായ, സർവ്വ സയ്യിദന്മാരുടെയും മുപ്പാപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നിലവാരത്തെ പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ സഹാബത്ത്, അവരും അതാ മാനവികത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ പ്രബോധന പ്രവർത്തനം നടത്തി. സുബ്ഹാനല്ലാഹ്. ഒരു സംഭവം കൂടി പറഞ്ഞ് ഈ പ്രസംഗം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി ഒരു ദിവസം ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ വീണുപോയി. കാണുന്നില്ല, ഒരു സ്ഥലത്തും കാണുന്നില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു കുറേ സ്ഥലത്ത് തിരഞ്ഞു നോക്കി, ഒരു സ്ഥലത്തും കിട്ടുന്നില്ല, കാണുന്നില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? എന്നാൽ പിന്നെ പടയങ്കി അങ്ങാടിയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഒരു യഹൂദി പടയങ്കി വിൽക്കുകയാണ്. ഏത് പടയങ്കി? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പടയങ്കി വിൽക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു സന്തോഷം, എൻ്റെ സാധനം കണ്ടു കിട്ടിയല്ലോ മോനെ, ഇതെൻ്റെതാ സാധനം, ഇങ്ങ് തരണോന്നാണ്. ഇപ്പം ഈ യഹൂദി പറയണത് നിങ്ങളതാണ്, ഇതെൻ്റെതാണ് തന്നെയാണ്, ഇതെൻ്റെതാണ്. അങ്ങനെ മോനെ നിൻ്റെതാകുക, ഞാനിത് എൻ്റെതാണ്, ആർക്കും വിറ്റിട്ടില്ല, കൈവശം നീങ്ങിയിട്ടില്ല, ആർക്കും ഞാൻ വെറുതെയും കൊടുത്തില്ല, പിന്നെ എങ്ങനെ എൻ്റെതാകുക? അതല്ല എൻ്റെതാണ്. അലി റളിയല്ലാഹു അല്ല എൻ്റെതാണ്, അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, എൻ്റെതാണ്. അപ്പൊ യഹൂദി പറഞ്ഞു, ബൈനി വ ബൈനക ഖാദിൽ മുസ്ലിമീൻ, നിങ്ങളുടെയും എൻ്റെയും ഇടയിൽ മുസ്ലിമീങ്ങളുടെ ജഡ്ജി ഖാദിയുണ്ട്. ആ ഖാദിയുടെ സമീപത്ത് പോയിട്ട്
അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് കേസ് പറയാം. ആയിക്കോട്ടെ അലിയുള്ളവൻ, അതൊരു നല്ല വർത്താനം. ആര് പറഞ്ഞാലും നല്ലത് പറഞ്ഞാൽ സ്വീകരിക്കട്ടെ, നല്ല വാചകല്ലേ. ഖാദിൻ്റെ അടുത്ത് പോവാ, ജഡ്ജിൻ്റെ അടുത്ത് പോവാറ്. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ് ജഡ്ജി, ഭരണാധികാരി അലി റളിയല്ലാഹു അൻഹു ആണ്. ജഡ്ജിയുടെ സമീപത്തിൽ നിന്ന് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മുമ്പർക്കാണുള്ള പരാതി പറയാനുള്ളത്. പരാതി പറഞ്ഞു, എൻ്റെ പടയെങ്കി ഞാൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരും വീണുപോയി. പിന്നെ പിറ്റേന്ന് നോക്കുമ്പോൾ ഇയാളെ കൈ കാണുന്നു. ചോദിച്ചപ്പോൾ അയാൾ തരുന്നില്ല, അയാൾ അവകാശവാദം ഉന്നയിക്കുന്നു. അപ്പോൾ അത് കേട്ടു. അങ്ങനെ ഖാദി അടുത്ത ആളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? യഹൂദി എന്താ പറയാനുള്ളത്? യഹൂദി പറഞ്ഞു, ഈ പടയെങ്കി എൻ്റേതാണ്. അമീറുൽ മോമിനീൻ ഭരണാധികാരിയെ ഞാൻ തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ല. ഇയാളെ വാചകം, അയാളെ ഞാൻ തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ല. ഇതെൻ്റേതാണ്, എൻ്റെ കൈവശത്തിലുമാണ്. ഓ, അയാൾ പറഞ്ഞ രണ്ട് വാചകം, ഒന്ന് എൻ്റേതാണ്, അത് അവകാശവാദമാണ്. കൈവശത്തിലാണെന്ന് തന്നെ തെളിവാ, കൈവശാവകാശം ഒരു തെളിവാ. തെളിവ് സഹിതാണ്, എൻ്റെ കൈവശത്തിലാണ്, അത് എൻ്റേതുമാണ്. അപ്പൊ സ്വാഭാവികമായി ഇനി അലി റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞ് ഭരണാധികാരി ചോദിക്കണം, നിങ്ങൾക്ക് അവകാശം തെളിയിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിക്കണം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവകാശം തെളിയിക്കാൻ വല്ല തെളിവുണ്ടോ? ഇസ്ലാമാണിത്, ഇസ്ലാമിന്റെ ഭരണ നീതിയാ, 100% അതെ നീതിയാ. ചോദിക്കാണ്, നിങ്ങൾക്ക് തെളിവുണ്ടോ? ആ തെളിവുണ്ട്, 2 സാക്ഷിയുണ്ട്. ഇതിന് ആരാ സാക്ഷി? ഒന്ന് എൻ്റെ മകൻ ഹസൻ, മറ്റൊന്ന് എൻ്റെ അടിമ ഖംബർ. 2 സാക്ഷി. ഉടനെ തന്നെ ഖാദി ജഡ്ജിയുടെ മറുപടി, ഓ മഹാനായ അമീറുൽ മുഅ്മിനീൻ, ഈ കേസിൽ നിങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു സാക്ഷിക്ക് പറ്റൂല. അതെന്തേ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. റജുലുൻ മിൻ അഹ്ലിൽ ജന്നത്തി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് വ്യക്തമായി പറഞ്ഞ മോനാണത്. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ യുവാക്കളെ നേതാവാണെന്ന് പറഞ്ഞ ഹസൻ റളിയല്ലാഹു അൻഹു സാക്ഷിക്ക് പറ്റൂലാന്നോ? അലിയുള്ളാഹിന്റെ ചോദ്യം. അപ്പൊ ഖാദി ജഡ്ജിയുടെ മറുപടി, അത് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ സ്വന്തം ബാപ്പയുടെ ഭാഗത്ത് മകൻ സാക്ഷി പറഞ്ഞാൽ, ബാപ്പയ്ക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ സാക്ഷി സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. സ്വർഗാവകാശിയാണെന്ന് എനിക്കറിയാം, മൂപ്പര് കളവ് അറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ എടുക്കാൻ പറ്റൂല. നീതിയാണ്, പൂർണ്ണ നീതി. മനസ്സിലായില്ലേ? ഇസ്ലാമിന് അങ്ങനെയൊക്കെ നിയമമുണ്ട്. ബാപ്പാക്ക് അനുകൂലമായിട്ട് മകൻ സാക്ഷി പറഞ്ഞാൽ എടുക്കൂല, മകൻ അനുകൂലമായിട്ട് ബാപ്പ പറഞ്ഞാലും എടുക്കൂല. അതുപോലെ തന്നെ എതിരാളികൾ വേറൊരാളെ പറ്റി പറഞ്ഞാൽ അതും എടുക്കൂല. അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ എനിക്കെതിരായിട്ട് എൻ്റെ ഒരു സംഘടനാ ശത്രു എനിക്കെതിരെ കുറെ ആരോപണം പറയുന്നു, അല്ലെ കാന്തപുരം ഉസ്താദിനെതിരെ പറയും, അല്ലെ വേറെ ഏതോ ഒരു സംഘടനക്കെതിരായിട്ട് വേറൊരു സംഘടനക്കാരൻ പറയും, ഒറ്റ എടുക്കാൻ പറ്റൂല. അങ്ങനെയാണ് നീതി. കാരണം അവർക്ക് ആ വകയിലുള്ള വൈരാഗ്യം തീർക്കാനുള്ള പറച്ചലുകളാണ്, വസ്തുത മനസ്സിലാക്കിയുള്ള പറച്ചലല്ല. അതാ നേരത്തെ കുഞ്ഞമ്മദ് ഹാജി പറഞ്ഞത്. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാര്, അപ്പൊ അനുകൂലമായി, ബാപ്പക്ക് അനുകൂലമായി മകൻ പറഞ്ഞാൽ എടുക്കൂല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ യഹൂദി പടയെങ്കിൽ നീ എടുത്തോ, എനിക്ക് ഈ 2 സാക്ഷിയല്ലാതെ വേറെ സാക്ഷിയൊന്നുമില്ല, അത് നീ എടുത്തോ, എൻ്റെ പ്രശ്നം ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിയമം കയ്യിലെടുക്കൂല, ഭരണാധികാരിയാണെങ്കിലും നീതി, അതാ ഇസ്ലാം നീതി. ഖാദിക്ക് വിധിക്കാൻ പറ്റൂല. സംഭവം എൻ്റെ തന്നെയാണെങ്കിലും ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കും, നീ എടുത്തോ. അപ്പൊ ഈ യഹൂദി പറഞ്ഞ് പോകല്ല എന്ന്. എന്തേന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വേറൊരു സാക്ഷിയുണ്ട് നിങ്ങളതാണ് എന്നുള്ളതിന്. ആരാന്ന് ചോദിച്ചു, അത് ഞാൻ തന്നെയാണ്. വേറൊരു സാക്ഷിയുണ്ട്, അത് ഞാൻ തന്നെയാണ്. അതെന്തേന്ന് ചോദിച്ചു, നിങ്ങൾ യുദ്ധം കഴിഞ്ഞു പോകുമ്പോ വീട് പോയപ്പോ ഞാൻ എടുത്തതല്ലേ, എനിക്കറിഞ്ഞൂടെ നിങ്ങളതാണ്, ഞാൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ യഹൂദി പറയാണ്, ഇതെന്തൊരു പ്രസ്ഥാനമാണ്, ഈ ഇസ്ലാം എന്തൊരു പ്രസ്ഥാനമാണ്. ഭരണാധികാരി ജഡ്ജിയുടെ മുമ്പിൽ വന്ന് കേസ് ബോധിപ്പിക്കുന്നു. ഈ ഭരണാധികാരി ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ ഭർത്താവാ. എന്നിട്ട് ആ മകളുടെ മകൻ സ്വർഗാവകാശിയാണെന്ന് വ്യക്തമായി നേതാവാണെന്ന് പറഞ്ഞ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷി ബാപ്പക്കനുകൂലമായി എന്ന കാരണത്താൽ ജഡ്ജി തള്ളുന്നു. ആ ജഡ്ജിയെ പുറത്താക്കിയല്ല, ആ ജഡ്ജിക്ക് അവിടെ തന്നെ സീറ്റ് കൊടുത്തുകൊണ്ട് ഭരണാധികാരി ആ പടയങ്കി കൈയൊഴിച്ചു ഇറങ്ങിപ്പോകുന്നു. ഇതെന്തൊരു നീതിയുള്ള പ്രസ്ഥാനമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. യഹൂദി മുസ്ലിമായി പോയി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടയെങ്കിൽ നീ എടുത്തോ, എന്റെ വകയിൽ ഒരു കുതിരനെയും തരാന്ന്. ഓ സുഹൃത്തുക്കളെ, അതാണ് മാനവികത പഠിപ്പിച്ച പ്രസ്ഥാനം. പരിശുദ്ധ ദീൻ, പരിശുദ്ധ ഇസ്ലാം പൂർണ്ണമായും മാനവികത പഠിപ്പിക്കുന്ന മതമാണ്. നാം ഇതുവരെ സംസാരിച്ചത് ആ വിഷയം.
പക്ഷേ അത് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പറഞ്ഞതുപോലെ നാം പഠിക്കണം, നാം ശ്രമിക്കണം. ആവശ്യമില്ലാത്ത അനാവശ്യ ചർച്ചകൾ സമുദായത്തിൽ പൊക്കിക്കൊണ്ടുവന്ന് ആവശ്യമുള്ള വിഷയങ്ങളിൽ നിന്ന് മനുഷ്യ ശ്രദ്ധ തിരിച്ചു കളയാൻ വേണ്ടി മുസ്ലിങ്ങളുടെ പേരിലോ അല്ലാത്തവരുടെ പേരിലോ വല്ല കക്ഷികളും പരിശ്രമിക്കുന്നുവെങ്കിൽ അവർ സമൂഹത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ സമുദായത്തിന്റെയോ നന്മയല്ല ലക്ഷ്യം വെക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതൊരു അടിസ്ഥാനപരമായ ഒരു വിഷയം. പലരുടെയും ധാരണ പരിശുദ്ധ ദീനിന്റെ വിഷയങ്ങൾ, അതിൽ സംശയങ്ങൾ വലിച്ചിട്ടാൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ തകർന്നുപോകും എന്നാണ്. അത് ധാരണപ്പിശകാണ്. ഇസ്ലാമിന്റെ മുഴുവൻ ആശയങ്ങളും ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ സമർത്ഥിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഏത് കാലഘട്ടത്തിലും കഴിയും. പക്ഷേ പണ്ഡിതന്മാർ വളരെ ആഴത്തിൽ ചിന്തിക്കും. അത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോയാൽ സമുദായത്തിന് എന്താണ് നന്മ, സമുദായത്തിന് എന്താണ് അതുകൊണ്ട് നേടാനുള്ളത്, അങ്ങനെ ചിന്തിക്കുമ്പോൾ കൂടുതൽ അത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ സമൂഹത്തിന് കൂടുതൽ ആവശ്യമുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിലാണ് പണ്ഡിതന്മാർ സമയം കണ്ടെത്തുക. അതേസമയം ആവശ്യത്തിന് ആവശ്യമുള്ള സമയത്ത് ഒരു വിഷയം വിശദീകരിക്കും. അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവർക്ക് അത് മതിയാവും. അല്ലാഹു തആല സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കാത്തവർക്ക് ആയിരക്കണക്കിന് തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. പടച്ചവൻ സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്തവനെ തെളിച്ചം കിട്ടും. ചെറിയൊരു ഉദാഹരണത്തിന് ഞാൻ പറയും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പര, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണല്ലോ, നബിയുടെ സന്താന പരമ്പര, തങ്ങന്മാർ, അവർക്ക് വലിയ ബഹുമാനം. അത് നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. തങ്ങന്മാർക്ക് വലിയ ബഹുമാനമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പലരും, എനിക്കറിയാം, ഒരു മകന്റെ വിവാഹം നടക്കുമ്പോൾ നിക്കാഹിന്റെ സദസ്സിൽ ഉള്ളാളം തങ്ങൾ, പാണക്കാട് തങ്ങൾ, അവലെ ബാപ്പയ്ക്ക് തങ്ങൾ, നിങ്ങളുടെ തങ്ങന്മാർ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു മുസ്ലിമീങ്ങൾ. അതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട് മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ തന്നെ. കാരണം അവർക്ക് തങ്ങന്മാരെ പറ്റി ഒരു ബഹുമാനമില്ല. നബി കുടുംബത്തെ സംബന്ധിച്ചൊരു ബഹുമാനമില്ല. അവർക്കതിന് പറയാനുള്ള എന്താണ്? തങ്ങന്മാരോട് ബഹുമാനമില്ലാത്തതിന്റെ കാരണം എന്താണ്? അവർക്ക് പറയാനുള്ളത് എല്ലാ മനുഷ്യന്മാരും ബോഡി വേസ്റ്റാണ്. ശരിയാണല്ലോ, ബാപ്പന്റെ ഉമ്മന്റെയും ബോഡി വേസ്റ്റ് അല്ലേ എല്ലാ മനുഷ്യന്മാരും? ബാപ്പന്റെ ഉമ്മന്റെയും ബോഡി വേസ്റ്റ് എല്ലാ മനുഷ്യന്മാരും. പക്ഷെ എല്ലാ ബോഡിയിൽ നിന്നും പുറത്തു വരുന്ന മനുഷ്യന്മാരുടെ പോലെയല്ല. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് എല്ലാം ഒരുപോലെ, തങ്ങന്മാരും എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട്